ശുപാർശ അതിൻ്റെ അടിസ്ഥാന നിയമം എന്താണ്? നിങ്ങൾ ഖുർആനിൽ ബഹുഭൂരിപക്ഷം ആയത്തുകൾ എടുത്താലും പരലോകത്ത് ശുപാർശയില്ല, ശുപാർശ നടക്കുകയില്ല എന്നിങ്ങനെയാണ് കാണാൻ സാധിക്കുക. എന്തുകൊണ്ടാണത്? കാരണം ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും വിചാരിച്ചു വരുന്ന ശുപാർശ അത് നടക്കാത്ത ശുപാർശയാണ്. മുശ്രിക്കുകൾ ജൽപ്പിച്ചു പോരുന്ന ശുപാർശ നടക്കാത്ത ശുപാർശയാണ്. അതല്ല പരലോകത്തെ ശുപാർശ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ശുപാർശയുടെ ആകത്തുക എന്നാൽ അത് അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹുവിലേക്കാണ്. അള്ളാഹു പറഞ്ഞു ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, അള്ളാഹുവിൻ്റെതാണ് ശുപാർശ മുഴുവൻ. കാരണം അത് പറയുക ആരാണ്? അവൻ അനുവാദം നൽകിയവർ മാത്രം. അവൻ അനുവാദം നൽകിയവരെ അവനോട് ശുപാർശ പറയും. ആർക്കാണത് ഉപകാരപ്പെടുക? അവൻ തൃപ്തിപ്പെട്ടവർക്ക് മാത്രം. അവൻ തൃപ്തിപ്പെട്ടവർക്കേ ഉപകാരപ്പെടൂ. അവൻ അനുവാദം നൽകിയവരെ അത് പറയുകയും ചെയ്യുകയുള്ളൂ. പിന്നെന്താണ് അതുകൊണ്ടുള്ള ഹിക്മ? ഒന്ന്, അത് ഷാഫിഇന് ശുപാർശ ആര് പറയുന്നു അവർക്ക് അള്ളാഹു നൽകുന്ന ആദരവാണ്. അവരുടെ സ്ഥാനം അള്ളാഹു അതിലൂടെ ഉയർത്തിയിരിക്കുന്നു. അതുപോലെ അള്ളാഹു തൃപ്തിപ്പെടും എന്ന് പറഞ്ഞാൽ തൗഹീദുള്ള ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക. അവർക്കേ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. ആ ശുപാർശ ദീനിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറയും, അള്ളാഹുവിൻ്റെ നബിമാർ ശുപാർശ പറയും, മലക്കുകൾ ശുപാർശ പറയും, മുഅ്മിനുകൾ ശുപാർശ പറയും. ഇവരെല്ലാം ശുപാർശ പറഞ്ഞാൽ അള്ളാഹു പറയും, മലക്കുകൾ ശുപാർശ പറഞ്ഞു, നബിമാർ പറഞ്ഞു, മുഅ്മിനുകൾ പറഞ്ഞു, വമാ ബഖിയ ഇല്ലാ അർഹമുർ റാഹിമീൻ, ഇനി അർഹമുർ റാഹിമീൻ മാത്രമേ ബാക്കിയുള്ളൂ. എന്നിട്ട് അള്ളാഹു നരകത്തിൽ നിന്ന് 3 കോരൽ കോരുമെന്നാണ്. 3 കോരൽ കോരും. അതിൽ മുവഹിദുകളായ ആളുകൾ മുഴുവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് കേട്ടാൽ അദ്ദേഹം അത് കേട്ട് ഏറെ സന്തോഷിക്കുകയുണ്ടായി. കാരണം അദ്ദേഹം പറഞ്ഞു, റബ്ബിൻ്റെ ആ 3 കോരലിൽ ഇനി ഒരാൾ ഒഴിവായി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതിനർത്ഥം ശിക്ഷിക്കപ്പെടുകയില്ല എന്നല്ല, മറിച്ച് ശിക്ഷ അനുഭവിച്ചതിന് ശേഷമുള്ള കാര്യമാണ്. കാരണം ഉസാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിലെ തിന്മ ചെയ്ത ഒരു വിഭാഗം നരകത്തിൽ ശിക്ഷിക്കപ്പെടും. ശാശ്വതരല്ല, പക്ഷെ ശിക്ഷിക്കപ്പെടും എന്നത് ഉറപ്പാണ്. മനസ്സിലായില്ലേ? ശിക്ഷിക്കപ്പെടും എന്നത് ഉറപ്പാണ്. മുഴുവൻ മുഅ്മിനീങ്ങളെയും, തിന്മ ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങളെയും അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കാതെ പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നല്ല നമ്മൾ വിശ്വസിക്കുന്നത്. മറിച്ച് മുഅ്മിനീങ്ങളിൽ ചിലരെ നരകത്തിൽ ശിക്ഷിച്ച ശേഷമേ അള്ളാഹു സ്വർഗത്തിലാക്കിയുള്ളൂ. ഉറപ്പാണ് അക്കാര്യം. ചിലരെ നരകത്തിൽ ശിക്ഷിച്ച ശേഷമേ അള്ളാഹു സ്വർഗത്തിലാക്കുകയുള്ളൂ എന്നത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം എങ്കിലേ ഈ ശുപാർശയുടെ ഹദീസുകളൊക്കെ സഹിയാവുകയുള്ളൂ.